Good morning, welcome to Karma Academy. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ശ്രദ്ധിക്കാം, ഫസ്റ്റ് എന്താണ് CP അഥവാ വാങ്ങിയ വില. CP അഥവാ കോസ്റ്റ് പ്രൈസ് ഓർ വാങ്ങിയ വില. SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഓർ വിറ്റ വില. ശ്രദ്ധിക്കണേ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ കട്ടിങ് കൂടുതലാവുമ്പോഴാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ കട്ടിങ് കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് പ്രോഫിറ്റ് അഥവാ ലാഭം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ഇനി നഷ്ടം ഉണ്ടാവുന്നത് അഥവാ ലോസ് വരുന്ന സമയത്താണെങ്കിൽ CP എന്ന് പറഞ്ഞത് എപ്പോഴും SP കട്ടിങ് കൂടുതലായിരിക്കും. അതായത് CP മൈനസ് SP ആണ് ലോസ്. പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് ആണ് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മൾ ഗെയിൻ പെർസെന്റേജ് എന്നും പറയും. മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ഗെയിൻ. ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് ഓർ ഗെയിൻ പെർസെന്റേജ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെ കാട്ടി കൂടുതലാവുകയും ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനെ കാട്ടി കൂടുതലാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്. അപ്പൊ നമ്മൾ ഇതിനെ വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ശ്രദ്ധിക്കണേ, നമ്മളെ വർക്ക്ഷീറ്റില് നമ്മള് ഫസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വർക്ക്ഷീറ്റില് ഫസ്റ്റ് പ്രോബ്ലം അത് പറയുന്നതെന്ന് പറഞ്ഞാൽ എ ബോയ് പർച്ചേസ്ഡ് an item for ₹80 and sold it for ₹100. പർച്ചേസ് ചെയ്തത് 80 രൂപയ്ക്കും പർച്ചേസ് ചെയ്തത് അഥവാ CP നമ്മൾ പർച്ചേസിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്നും പറയും. ഇതിനെ പർച്ചേസിംഗ് പ്രൈസ് എന്നും പറയാറുണ്ട്. അഥവാ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ വാങ്ങിയത്. CP എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. CP എന്ന് പറഞ്ഞാൽ 80 രൂപയാണ് തന്നിട്ടുണ്ട്. SP എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും SP എന്തായാലും CP യെക്കാട്ടിയും കൂടുതലാണ്. എന്തായാലും ഇത് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതായത് ഇവിടെ 20 രൂപ വരും. 20/80 ഇൻറ്റു 100. ശ്രദ്ധിക്കണേ, ഇവിടെ ഡിനോമിനേറ്റർ വരുന്ന എപ്പോഴും CP ആയിരിക്കും. SP ഇടല്. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100, അതായത് 1/4 ഇൻറ്റു 100. 25% ആണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ്. അതായത് നമ്മുടെ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കണേ, ഈ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഈസ് 6/5 ഓഫ് ദ കോസ്റ്റ് പ്രൈസ്. ദെൻ വാട്ട് വുഡ് ബി ദ പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻ ഇറ്റ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6/5 ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലേ? അപ്പൊ എന്താണ്? CP ബൈ SP എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5/6. അതായത് SP 6 രൂപയാണെങ്കിൽ CP 5 രൂപയായിരിക്കും. SP 6 രൂപയാണെങ്കിൽ CP 5 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്ര വരും? SP മൈനസ് CP, അതായത് 6 മൈനസ് 5. ഇവിടെ SP 6 രൂപ, CP 5 രൂപ. അപ്പൊ എത്ര? 1 ആണ്. നമുക്ക് കാണേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 5 ഇൻറ്റു 100. 1/5 എത്രയാണ്? 20% ആണ്. നമ്മൾ പെർസെന്റേജിന്റെ ഒരു ആപ്ലിക്കേഷനും കൂടെ വരുന്നുണ്ട്. ഇതിൽ 1/5 20% ആണ്. 1/4 25%. 1/3 എത്ര പെർസെന്റേജ് ആയിരിക്കും? 33 1/3. അപ്പൊ അത് കൂടെ അറിഞ്ഞു വെച്ചിരുന്ന ഈ പ്രോബ്ലം ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് an article is 7840
വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് സോ ദാറ്റ് പ്രോഫിറ്റ് ഈസ് 7%. ഇത്തരം പ്രോബ്ലത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ സി പി എന്ന് പറഞ്ഞത് എപ്പോഴും 100% എന്ന് എടുക്കാം. സി പി എന്ന് പറഞ്ഞത് 100% എന്ന് എടുക്കാം. സി പി 100% ആണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 7% ആയിരിക്കും. 100ന്റെ 7% എത്രയാണ്? 100ന്റെ 7% എന്ന് പറഞ്ഞാൽ 7 തന്നെ ആയിരിക്കും. 7 തന്നെ ആയിരിക്കും. അപ്പം എസ് പി എന്ന് പറഞ്ഞാൽ 107%. നമുക്ക് തന്നിട്ടുണ്ട് 100% എന്ന് പറഞ്ഞത് 7840 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 107%. അപ്പൊ എങ്ങനെ ചെയ്യാം? 107% ഈക്വൽ ടു 784 into 107 divided by 10 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോ ലാസ്റ്റ് ഓപ്ഷൻ എന്തായാലും ഇവിടെ ലാസ്റ്റ് ഇതെങ്ങനെയാണ്? നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് പിടിക്കാം. കാരണം ലാസ്റ്റ് ഓപ്ഷൻ എപ്പോഴും 7 into 4 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 8ന്റെ മൾട്ടിപ്പിൾ എന്തായാലും ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ശ്രദ്ധിക്കണേ, ആ ഓപ്ഷന് ചെറിയ പ്രശ്നമുണ്ട്. നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തും കൂടെ നോക്കാം. 784 into 107 8 58 5 54 0 0 4 8 7 yes 8 8 8 ശരിയാണ്, കറക്റ്റ് ഉത്തരവാണ്. 8388 പോയിന്റ്. നമുക്കിത് ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് പിടിച്ചാൽ മതി. കാരണം കണ്ട 4 into 7 ആണ് ആൻസർ. 4 into 7 എന്തായാലും 8 വരും. അപ്പൊ ലാസ്റ്റ് 8 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ലാസ്റ്റ് 8 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ലാസ്റ്റ് 8 വരുന്ന സി ഓപ്ഷൻ മാത്രമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8338.8 ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് കൂടെ പഠിക്കാനുണ്ട്. തൽക്കാലം ഇത് റബ്ബ് ചെയ്യാന് ശ്രദ്ധിക്കണേ. നമ്മൾ എസ് പി അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് വെൻ പ്രോഫിറ്റ് ഓർ ലോസ് is given. Profit percentage or loss percentage is given. അതായത് സെല്ലിംഗ് പ്രൈസ് when profit percentage or loss percentage is given. അപ്പോൾ എസ് പി എന്ന് പറഞ്ഞാൽ 100 plus profit percentage by 100 into CP ആണ്. അതായത് ഒരു കച്ചവടം പ്രോഫിറ്റ് ആയെന്നെങ്കിൽ എസ് പി കാണേണ്ട ഫോർമുലയാണ് എസ് പി എന്ന് പറഞ്ഞാൽ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ബൈ 100 ഇൻറ്റു സി പി. അതുപോലെ തന്നെ ഇനി ലോസ് ആണെങ്കിൽ ഇഫ് ട്രാൻസാക്ഷൻ ഇസ് ലോസ് then SP equal to 100 minus loss percentage by 100 into CP. ഒരു ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ SP എന്ന് പറഞ്ഞാൽ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ബൈ 100 ഇൻറ്റു സി പി. ഇനി ആ ട്രാൻസാക്ഷൻ ലോസ് ആണെങ്കിൽ SP എന്ന് പറഞ്ഞാൽ 100 മൈനസ് ലോസ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു സി പി. നമ്മൾ ഇത് സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി കോസ്റ്റ് പ്രൈസ് when profit percentage or loss percentage is given. Profit CP when profit percentage or loss percentage is given. CP എന്ന് പറഞ്ഞാൽ ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ 100 by 100 plus profit percentage into SP. 100 by 100 plus profit percentage into SP. If transaction is loss, then CP എന്ന് പറഞ്ഞാൽ ഇത് transaction when profit is occurring. CP when there is loss. CP എന്ന് പറഞ്ഞാൽ 100 by 100 minus loss percentage into SP. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടെ ആൻസർ കിട്ടാം. അപ്പൊ SP എന്ന് പറഞ്ഞാൽ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ബൈ 100 ഇൻറ്റു CP when transaction is profit. If transaction is loss, SP എന്ന് പറഞ്ഞാൽ 100 മൈനസ് ലോസ് പെർസെന്റേജ് ബൈ 100 ഇൻറ്റു CP. അപ്പോ അതുപോലെ തന്നെ CP യുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ
പ്രോഫിറ്റ് ആണെങ്കിൽ 100/100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു എസ് പി, ലോസ് ആണെങ്കിൽ സി പി എന്ന് പറഞ്ഞാൽ 100/100 മൈനസ് ലോസ് പെർസെന്റേജ് ഇൻറ്റു എസ് പി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ, ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, ആ ഷോപ്പ് കീപ്പർ സെൽസ് വൺ റേഡിയോ ഫോർ 840 rupees അറ്റ് 20% ഗെയിൻ ആൻഡ് അതർ for rupees 1056 at 4% loss. What will be the total gain or loss percentage? ശ്രദ്ധിക്കണേ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള രണ്ടും എസ് പി ആണ്. എസ് പി ആണ് തന്നിട്ട്, എസ് പി എത്രയാണ് തന്നിട്ടുള്ള 840. എസ് പി 840 ആയപ്പോ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? 20%. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ടുകൊടുത്താൽ നമുക്ക് സി പി കിട്ടും. സി പി എന്ന് പറഞ്ഞാൽ 100/100 plus profit percentage. 100 plus 20, 120 into 840. അതിങ്ങനെ 5/6. 140. ആൻസർ 700 ആണ്. സി പി എന്ന് പറഞ്ഞാൽ 700 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് സെല് ചെയ്ത് എത്രയാണ്? ഇത് SP1, ഇത് CP1. SP1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1056 ആണ്. അത് സെല് ചെയ്തിരിക്കുന്ന 6% ലോസ്, 4% ലോസിലാണ്. ലോസ് എന്ന് പറഞ്ഞാൽ 4%. അങ്ങനെയാണെങ്കിൽ സി പി എന്തായിരിക്കും? CP2 രണ്ടാമത്തെ സി പി എന്തായിരിക്കും? ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്തത്. 100/100 മൈനസ് ലോസ് പെർസെന്റേജ്. അതായത് 100/100 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്ര? 96 വരും. അപ്പം 100/96 into 1056. നമുക്കിത് എന്തിൽ കട്ട് ചെയ്യാം? ഇത് 4 കട്ട് ചെയ്താൽ 24 വരും. ഇത് എത്ര വരും? 25 വരും. 24 ഇതിൽ എത്ര വർഷം പോകും? 4, 44 into 25 അല്ലെങ്കിൽ 44, അതായത് 1100 ആയിരിക്കും ആൻസർ. 1100 ആണ് CP2. നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ്. എസ് പി രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 1800. ശ്രദ്ധിക്കണേ, എന്താ ടോപ്പിലോട്ട് എഴുതണേ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് അലിഗേഷൻ വെച്ചും ചെയ്യാം. എനിക്കൊന്ന് അലിഗേഷൻ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ എസ് പി 700 കിട്ടി, സി പി എന്ന് പറഞ്ഞാൽ 1100 കിട്ടി. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെ ടോട്ടൽ പ്രോഫിറ്റ് പെർസെന്റേജ് ലോസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 20 ആണ് നമ്മുടെ ആദ്യത്തെ പ്രോഫിറ്റ് പെർസെന്റേജ്. ലോസ് എന്ന് പറഞ്ഞാൽ -4 ആണ്. നമുക്ക് തന്നിരിക്കുന്ന എസ് പി ആദ്യത്തെ സി പി എന്ന് പറഞ്ഞാൽ 700 ആണ്. രണ്ടാമത്തെ സി പി എന്ന് പറഞ്ഞാൽ 1100 ആണ്. നടുക്കത്തെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ലോസ് പെർസെന്റേജ്, അല്ല ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ്. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ അലിഗേഷൻ വെച്ച് എങ്ങനെ കാണാം? നമ്മളിതാ ശ്രദ്ധിക്കണേ, ഇതിൽ നടുക്കത്തെ വാല്യൂ കാണാൻ എങ്ങനെ ഇരിക്കും? ഈ 0 വെട്ടിക്കളയാം. 7 into 20 140 minus 44 divided by 18. 7 plus 11 18. ആക്ച്വലി ഇത് വരുന്നത് എത്ര വരും? 96/5.33 എന്ന് ആൻസർ വരും. 5.33 ആണ്. 5.33 ആണ് നമ്മളെ പ്രോഫിറ്റ് പെർസെന്റേജ്. ഇത് നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യണം. ഇനി സാധാ ട്രഡീഷണൽ മെത്തേഡ് വെച്ചാണെങ്കിൽ ഇതെല്ലാം എഴുതി എടുത്തതാണെന്ന് വിചാരിക്കുന്നു. തൽക്കാലം റബ്ബ് ചെയ്യാണ്. എങ്ങനെയാണ്? ഇവിടെ ടോട്ടൽ എസ് പി എത്ര വന്നു? ടോട്ടൽ എസ് പി എന്ന് പറഞ്ഞാൽ 1056 840 കൂടെ കൂട്ടുന്നു. 1896. ടോട്ടൽ സി പി എന്ന് പറഞ്ഞാൽ 700 1100 കൂടെ കൂട്ടും. 700 1100 കൂടെ കൂട്ടുമ്പോ 1800. നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് വന്നത്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1896 മൈനസ് 1800, അതായത് 96 വരും പ്രോഫിറ്റ്. ടോട്ടൽ സി പി എന്ന് പറഞ്ഞാൽ 1800. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് എന്തായിരിക്കും? 96/1800 into 100. ഇത് ഓർ ആണ്. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ആൻസർ എന്ത് വരും? ഇതേ ആൻസർ തന്നെ വരും, 5.33. നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കിട്ടും.
ബോട്ടത്തില് ഏറ്റവും ബോട്ടത്തിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ സി പി ആയിരിക്കും. 2 CP ആണ്. ഈ നടുക്ക് കിട്ടുന്നതാണ് നമ്മളെ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ്. ഇത് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയത് കാരണം ഇത് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഈ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇത് ലോസ് പെർസെന്റേജ് ആയിരിക്കും. ഏത് മെത്തേഡ് വേണോ ഫോളോ ചെയ്യുക. ആദ്യം സി പി കണ്ടുപിടിക്കുന്നു. ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ 2 CP SP കൂടെ ആഡ് ചെയ്യുന്നു. 2 SP ആഡ് ചെയ്യുമ്പോൾ 1896 കിട്ടി. 2 CP ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1800 കിട്ടും. 1800 നിന്ന് എത്രയായിരിക്കും? 1896 വലുത്. അപ്പൊ 1896 വലുതായത് കാരണം അത് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 96 ആയിരിക്കും. 96/1800 × 100. ഓക്കെ, ഇത് നമ്മൾ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രഡീഷണൽ, ഒന്ന് അലിഗേഷൻ. അലിഗേഷൻ വെച്ചാകുമ്പോൾ എങ്ങനെയാണ് ഈ നടുക്കത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 20 × 7 + 11 × -4 ഡിവൈഡഡ് ബൈ 11 + 7. 20 × 7 - 4 × 11 ഡിവൈഡഡ് ബൈ 11 + 7. അങ്ങനെയാണ് ഈ 96/18 കിട്ടി. ശരി, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലം 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം സെല്ലിംഗ് an item for ₹250, one gains ₹50. What would be the gain percentage? ശ്രദ്ധിക്കണേ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. SP എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട് 250 ആണ്. ഗെയിൻ എന്ന് പറഞ്ഞത് 50 ആണെന്ന് തന്നിട്ടുണ്ട്. റുപ്പീസ് ആണ്, എല്ലാം റുപ്പീസ് ആണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പൊ CP എന്തായിരിക്കും? 250 - 50, അതായത് 200 ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഗെയിൻ പെർസെന്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്തായിരിക്കും? പ്രോഫിറ്റ് ബൈ CP × 100. 50 ഡിവൈഡഡ് ബൈ 200 × 100. 50/200 എത്രയാണ്? 1/4 ആയിരിക്കും. 1/4 ആയിരിക്കും. 25% ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ. ശ്രദ്ധിക്കണേ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കോസ്റ്റ് പ്രൈസ് is 75% of the selling price. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ 75%. ഞാൻ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ആയിട്ട് എടുക്കുന്നു. അപ്പൊ CP എത്രയായിരിക്കും? 100ന്റെ 75%. 100ന്റെ 75% എത്രയാണ്? 75 തന്നെയാണ്. ഇവിടെ 75 അല്ല, 100 ആയിട്ട് എടുത്താൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഇസ് മോർ ദാൻ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായാലും പ്രോഫിറ്റ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിയും കൂടുതലായിരിക്കും. എത്ര കൂടുതലാണ്? 100 - 75, അതായത് 25. 100 - 75 25. പ്രോഫിറ്റ് പെർസെന്റേജ് എന്താണ്? പ്രോഫിറ്റ് ബൈ CP ആണ്. CP എത്രയാണ്? 75 ആണ്. CP എന്ന് പറഞ്ഞാൽ 75 ആണ്. 75 × 100, അതായത് 1/3 × 100, 33.33%. 33.33%. അഥവാ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത് 7th ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ, 7th ക്വസ്റ്റ്യൻ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ a manufacturer earned 20% profit by selling each TV set for ₹14,400. If the production cost is increased 15%, what should be the new selling price to gain 15%? അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,400. സെല്ലിംഗ് പ്രൈസ് 20% പ്രോഫിറ്റിലാണ് വിറ്റ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 20%. അങ്ങനെയാണെങ്കിൽ CP എത്രയായിരിക്കും? 100/100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു 14,400 അല്ലേ? ഇത് എത്ര വരും? 5, 6 വരും. എങ്ങനെ കട്ട് ചെയ്യും? 1, 2, 4, 0. CP എന്ന് പറഞ്ഞാൽ 12,000 വരും. അതായത് പ്രോഫിറ്റ് 20% ആയപ്പോ 14,400 രൂപയ്ക്ക് വിറ്റു. ആ സമയം നമ്മുടെ സെല്ലിംഗ് CP അഥവാ പർച്ചേസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 12,000 ആയിരുന്നു. ഇനി എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 15%. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CP ആണ്. ഈ CP ഞാൻ 15% കൂട്ടി. അപ്പൊ ന്യൂ CP എന്തായിരിക്കും? CP 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12,000ന്റെ 15% കൂടി, അതായത് 115/100 ആയിരിക്കും. 15% കൂടി എന്ന് പറഞ്ഞാൽ 115 × 115/100 ആയിരിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും?
6000 23 into 6 എത്ര 13800. ഇതാണ് ന്യൂ പർച്ചേസിംഗ് പ്രൈസ്. ഇനി എന്താ പറയുന്നത്, നമുക്ക് ന്യൂ സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. എത്ര ശതമാനം ഗെയിനിന്? 15% ഗെയിൻ. ഇനി 15% ഗെയിൻ വേണം. അതായത് SP1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ 15%, ഈ 13,800ന്റെ 13,800ന്റെ പിന്നെ 15% കൂട്ടണം. അതാണ് പറഞ്ഞത് ടു ഗെയിൻ 15%. ആദ്യം പ്രൊഡക്ഷൻ 15% കൂടി, ഇനി ഗെയിനും 15% കൂടും. അതായത് 13,800 into 115/100. ഇതും 23 കട്ട് ചെയ്യും 69 അല്ലേ. 69 into 23 എത്ര? എന്തായാലും ലാസ്റ്റ് എത്ര? ലാസ്റ്റ് ഒരു 0 80 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് ലാസ്റ്റ് വരും. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അവസാനം 80. അതെങ്ങനെയാണ് കേട്ടാ? 69 into 70 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് 2 ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട 69 into 23 ചെയ്യുക. 69 into 23 ചെയ്യുക. എത്ര വരും? 7 207 0 18 130 5070. ഇതാണ് നമ്മുടെ ന്യൂ CP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ശരി, കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 15,870 ആണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ആണ്. നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 15,870 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമ്മുടെ 8th ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബൈ സെല്ലിംഗ് 33 meter of a cloth, one gain selling price of 11 meter. What is the gain percentage? 8th ക്വസ്റ്റ്യൻ ആണ്. ബൈ സെല്ലിംഗ് 33 meter of cloth. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ SP ആണ്. SP എത്രയാണ്? 33 മീറ്റർ. ശ്രദ്ധിക്കണേ, 33 മീറ്റർ ക്ലോത്ത്സ് വിറ്റപ്പോ അയാൾ ഗെയിൻ ചെയ്തത് എത്രയാണ്? ഗെയിൻ ചെയ്തത് പറഞ്ഞാൽ 11 മീറ്റർ ആണ്. അപ്പൊ SP എന്ന് പറഞ്ഞാൽ 33, ഗെയിൻ എന്ന് പറഞ്ഞാൽ 11. CP എത്രയായിരിക്കും? 33 മൈനസ് 11. കാരണം എന്താണ്? ഗെയിൻ ആകുമ്പോ CP SP യെക്കാട്ടി കുറവായിരിക്കും. ഇത് എത്രയാണ്? 22. ബൈ സെല്ലിംഗ് 33 meter of a cloth, one gain 11 meter. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? ഇതെല്ലാം ഒരേ യൂണിറ്റ് അല്ലേ. ഇതിപ്പോ മീറ്റർ ആയിരുന്നാലും ഏത് വാല്യൂ ആയിരുന്നാലും ഒരേ യൂണിറ്റ് അല്ലേ. നമുക്ക് വേണ്ടത് എന്താണ്? പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ബൈ CP into 100. എന്തായാലും ആ യൂണിറ്റ് എല്ലാം വെട്ടിപ്പോകൂലേ. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP into 100. പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിൻ എന്ന് പറഞ്ഞത്. ഗെയിൻ എത്രയാണ്? 11 ഡിവൈഡഡ് ബൈ 22. 22 ആണ് CP into 100. അതായത് 1/2 into 100, 50%. ആൻസർ 50% ആണ്. ശ്രദ്ധിക്കണേ, അടുത്ത 9th ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യൻ നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സച്ചിൻ സോൾഡ് സം പോർഷൻ ഓഫ് 1000 kg of rice at 16% profit and the remaining portion at 26% profit. If total profit percentage is 20, then what is the quantity which is sold by him at 16%? മൊത്തം ഉള്ളത് 100 kg ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എളുപ്പം ചെയ്യുന്നത് അലിഗേഷൻ മെത്തേഡാണ്. അപ്പൊ അലിഗേഷൻ മെത്തേഡ് എന്താ വരും? മോളിൽ നമ്മൾ പ്രോഫിറ്റ് എഴുതും. ആദ്യം എത്ര? 16% പ്രോഫിറ്റ്. രണ്ടാമത്തെ പോർഷൻ എത്ര? 26% പ്രോഫിറ്റ്. എന്താ പറയുന്നത്? എഫക്റ്റീവ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടുക്ക് എഴുതും. നടുക്ക് ഏതാണ്? 20%. ശ്രദ്ധിക്കണേ, ആദ്യത്തെ ക്വാണ്ടിറ്റി വിറ്റത് 16%. 16% എല്ലാം പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് എല്ലാം പ്ലസ് തന്നെ വരും. ഇവിടെ പോസിറ്റീവ് വരും, ഇതും പോസിറ്റീവ് വരും. അപ്പൊ 16, രണ്ടാമത്തെ 26. ഇത് രണ്ടും കൂടെ എഫക്റ്റീവ് ആയിട്ട് വിറ്റത് 20% പ്രോഫിറ്റ്. നമുക്ക് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ അടിയിൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഈ അടിയിൽ കിട്ടുന്ന എന്തായാലും CP ആണ്. അതായത് വിറ്റ എത്രയാണോ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. 26 മൈനസ് 20 എത്രയാണ്? 6 യൂണിറ്റ്. 20 മൈനസ് 16 4. 6:4 അല്ലെങ്കിൽ 6:4 അല്ലെങ്കിൽ 6:4 3:2. 3:2 ആണ് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 100 ആണ് തന്നിട്ടുണ്ട്. 3:2 ആണ് ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 100 ആണ്. 3:2 ആണ്. 16% പ്രോഫിറ്റിന് കിട്ടിയത് 3 യൂണിറ്റ് ആണ്. 26% 2 യൂണിറ്റ് ആണ്. നമുക്ക് കിട്ടിയത്
ടോട്ടൽ 3+2 ആണ് 5 ആണ്. 5 ആണ് 100 kg. നമുക്ക് വേണ്ടത് ഏതാണ്? 16% ഏത് വിറ്റു എന്നാണ് ചോദിക്കുന്നത്. അതായത് 16% പ്രോഫിറ്റിന് നമ്മളതാ ഇതാണ് വിറ്റത്, 3 യൂണിറ്റ് ആണ് വിറ്റത് അല്ലേ. 3:2 എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ്. അതിന്റെ സം എന്ന് പറഞ്ഞാൽ 3+2 5 ആണ്. 5 യൂണിറ്റ് ആണ് നമുക്ക് 1000 kg എന്ന് പറഞ്ഞത്. 5 യൂണിറ്റ് 1000 kg എങ്കിൽ 1 യൂണിറ്റ് എത്രയാണ്? 1000/5, അതായത് 20 kg ആയിരിക്കും. നമുക്ക് വേണ്ടത് 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 × 6 = 60 kg. ശ്രദ്ധിക്കണേ, ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് എഴുതുകയാണെങ്കിൽ നടുക്ക് എഴുതേണ്ട എഫക്റ്റീവ് പ്രോഫിറ്റ് ആണ്. ഈ അടിയിൽ കിട്ടുന്ന വാല്യൂസിന്റെ എല്ലാം ഇതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് ഇവിടെ കിട്ടുന്നത്. അതായത് 3:2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ്. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ത് വന്നു? 3:2 വന്നു. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. 3 യൂണിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. ശരി, 9th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ. A pure ghee costs ₹100 per kg. While adulterating it with ₹50 per kg, a shopkeeper sells at a rate of 26 kg, earning a profit of 20%. In what ratio he mixes both items? ഇതും അലിഗേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ്. പ്യുവർ ഗീ എന്ന് പറഞ്ഞാൽ 100 per kg ആണ്. പ്യുവർ ഗീ എന്ന് പറഞ്ഞാൽ 100 per kg ആണ്. അഡൾട്ടറേറ്റ് ചെയ്തതിന് ശേഷം വിറ്റത് ₹50. ആഫ്റ്റർ അഡൾട്ടറേറ്റിംഗ് ഇറ്റ് വിത്ത് വെജിറ്റബിൾ ഓയിൽ 50 per kg. അയാളെ വിറ്റതെന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റിലാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ SP ആണ് ₹96 എന്ന് തന്നിട്ടുള്ളത്. SP എന്ന് പറഞ്ഞാൽ ₹96 എന്ന് തന്നിട്ടുണ്ട്. SP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125% ലാഭമാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20%, 120%മാണ് SP എന്ന് പറഞ്ഞത്. അതായത് പ്രോഫിറ്റ് ആണ്. അപ്പൊ CP കാണേണ്ട ഫോർമുല എന്താ? നമ്മൾ നേരത്തെ പഠിച്ചത് 100/100 + 20 × 96. അതായത് 100/120 × 96. ഇത് 5, ഇത് 6, 16 വരും. അതായത് CP എന്ന് പറഞ്ഞത് ₹80 ആണ് വരുന്നത്. അതായത് അലിഗേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നടുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ 80 എന്ന് പറഞ്ഞാൽ എഴുതേണ്ട. പ്യുവർ ഗീ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 per kg ആണ്. പ്യുവർ ഗീ 100 per kg ആണ്. അതിന് അഡൾട്ടറേറ്റ് ചെയ്ത ₹50 per kg ഉള്ള ഒരു സാധനം വെച്ച് യഥാർത്ഥത്തിൽ അത് വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ നടുക്ക് എഴുതേണ്ട വാല്യൂ ഈ 80 ആണ്. ഇനി അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 80 - 50 30, 100 - 80 20. ആൻസർ 3:2 ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ SP ആണ് തന്നിരിക്കുന്നത്. ആ SP യെ നമുക്ക് CP ലോട്ട് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ അലിഗേറ്റ് ചെയ്യാൻ. അതാണ് ഇപ്പൊ നടുക്ക് കിട്ടുന്ന വാല്യൂ 80 എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു പ്യുവർ ഗീ എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് അറിയാം. അഡൾട്ടറേറ്റഡ് ക്വാണ്ടിറ്റി 50 per kg ആണ്. ഇപ്പൊ കിട്ടിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ₹80 per kg നമ്മൾ വിൽക്കേണ്ടത്. അത് കാരണം അതാണ് നമ്മളെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞത്. അത് അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3:2 എന്ന്. അപ്പൊ 3:2 റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അതായത് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്.